Good neighbor to bank on. Kodungalur Town Cooperative Bank. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. Good neighbor to bank on. കൊടുങ്ങല്ലൂർ Town Cooperative Bank. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഓർമ്മത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതോർമ്പ് മാന്തുരുത്തി കടവിലുള്ള പൊതുസ്ഥലത്ത് തയ്യാറാക്കുന്ന ഓർമ്മത്തുരുത്തിൽ ഒട്ടുമാവിൻ തൈകൾ നട്ട് MLA E.T. ടൈസൺ മാസ്റ്റർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തോട് വൃത്തിയാക്കാനുള്ള പ്രവർത്തനം, ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുകയും ഓക്സിജൻ്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ്റെയും കൂടെ ഭാഗമാണ്. നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചില്ല. അന്ന് ഈ ഓക്സിജൻ്റെ കുറ്റി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഓക്സിജൻ തരുന്ന ഇതിൻ്റെ ഇത്രയും വില പിടിച്ചുള്ള സാധനമാണെന്ന് മനസ്സിലായത്. നമുക്കിത് സംഗതിയൊക്കെ അറിയാമായിരുന്നു, വലിയ ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇത്രമാത്രം സിലിണ്ടറിൽ നിറച്ചിട്ട് അത് വേണ്ടതുണ്ട്, ഓരോരുത്തരും ആവശ്യക്കാരിങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടെൻഷനൊന്നും ഉണ്ടായത്. രാത്രി 2 മണിക്ക് 3 മണിക്കാണ് ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ. ശരിക്കും വല്ലാതെ വിഷമിച്ച സന്ദർഭങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡൽഹിയിൽ അങ്ങനെ ഒരു നല്ല അനുഭവം ഉണ്ടായതാണ്. ഒരു നല്ല ഉച്ചക സമയത്തൊക്കെ ആകുമ്പോഴും പരസ്പരം ആളുകളെ കാണാൻ കഴിയാത്ത വിധം പൊടിയും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് ഏറ്റവും കുറവരുന്നു എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അവിടെ ഫാക്ടറി ഇഷ്ടം പോലെ ഉണ്ട്, മറ്റ് കെട്ടിടങ്ങൾ ഇഷ്ടം പലതും ഉണ്ട്, വ്യാപാര വ്യവസായങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. പക്ഷെ എന്തില്ല, അവിടെ മരങ്ങളുടെ എണ്ണം കുറവാണ്. അതോട് ബന്ധപ്പെട്ട അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെല്ലാം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മോഡലായി ഉള്ളൊരു സ്ഥിതി വേണം. അതുകൊണ്ടാണ് പച്ചത്തുരുത്ത് എല്ലാ വാർഡിലും വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ പച്ചത്തുരുത്ത് നിന്ന് മാത്രമല്ല പ്രസിഡന്റ് സൂചിച്ചത്, പച്ചത്തുരുത്ത് പതുക്കെ കൺവേർട്ട് ചെയ്ത് ഓർമ്മത്തുരുത്ത് കൂടെ ആവുന്നതാണ്. നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള പ്രതിമകളും പലതരത്തിലുള്ള കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, നമ്മളിന്ന് പോകുന്ന ആളുടെ പേരിൽ ഒരു ചെറിയ വനം 1-2 സെൻറ്റിലുള്ള ഒരു പച്ചത്തുരുത്ത് ഉണ്ടാക്കാൻ എന്ത് വിഷമം, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടട്ടെ. ഉറപ്പായിട്ടും അങ്ങനെ നമുക്ക് കഴിയാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചിന്ത പതുക്കെ മാറ്റാൻ, ഭാവി തലമുറയ്ക്ക് അത്തരം ചിന്തകളിൽ ഉള്ളിലേക്ക് വരാനൊക്കെ സഹായകരമായിട്ടുള്ള പദ്ധതിയാണ്. പണമല്ല അതിൻ്റെ കാര്യം. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. വലിയ ആശയം മുന്നോട്ട് വന്നത് പഞ്ചായത്ത് പ്രദേശത്ത് ഒരു പൊതുസ്ഥലം ഇവിടെ കാലങ്ങളായിട്ട് കാടുപിടിച്ച് കിടക്കുകയാണ്. ആ സ്ഥലം വൃത്തിയാക്കി അവിടെ മനോഹരമായിട്ടുള്ള ഒരു ബലവൃക്ഷത്തോട്ടം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ആലോചിച്ചത്. നമ്മുടെ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നിർദ്ദേശപ്രകാരം, തീരുമാനപ്രകാരം 2025-26 വർഷത്തിൽ, സാമ്പത്തിക വർഷത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ പദ്ധതികളാണ് ഇതിന് പ്രയോജനപ്പെടുത്തുന്നത്. ഈ പ്രദേശം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ഉപ്പ് കയറുന്ന പ്രദേശമാണ്. അപ്പം നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ബലവൃക്ഷങ്ങളാണ് വയ്ക്കുന്നത്. നമുക്കറിയാം, ഈ പ്രദേശത്ത് മാവ്, കശുമാവ്, അതുപോലെ തന്നെ പേര, കൂടാതെ കാരയ്ക്ക ഉൾപ്പെടെയുള്ള ബലവൃക്ഷങ്ങളെല്ലാം ഈ പ്രദേശത്ത് അനുയോജ്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ തീരുമാനപ്രകാരം തരിശുരഹിത ഗ്രാമമാക്കുന്നതിന് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കും. പുതുതായി നിർമ്മിച്ച കുളത്തിൽ കരിമീൻ കുഞ്ഞുങ്ങളെ MLAയും പ്രസിഡന്റും ചേർന്ന് നിക്ഷേപിച്ചു. ഒട്ടുമാവ്, കശുമാവ്, ഞാവൽ, സപ്പോട്ട, പേര, കാരയ്ക്ക, ലൂബിക്ക തുടങ്ങിയ ഫലവൃക്ഷ തൈകളാണ് നട്ടുവളർത്തുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളാണ് തുടർ പരിപാലനം നിർവഹിക്കുന്നത്. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഹരിത കേരള മിഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണങ്ങൾ പദ്ധതിക്ക് ലഭിക്കുന്നുണ്ട്. മത്സ്യകൃഷിക്കും ജലസേചനത്തിനുമായാണ് പുതിയ കുളം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ KS ജയ, സുഗത ശശിധരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. സെക്രട്ടറി രഹന P. ആനന്ദ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയ്യൂബ്, CC ജയ, PN ഔഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി, BMC അംഗം ER രേഖ, MGN REG എഞ്ചിനീയർ NM ശ്യാംലി, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ വിനീത, ഫിഷറീസ് ഇൻസ്പെക്ടർ സീന അഗസ്റ്റിൻ, BMC കൺവീനർ PR രതീഷ്, വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി, KR രാജേഷ്, സൗദ നാസർ, രമ്യ പ്രദീപ്, ശീതൽ TS, മിനി പ്രദീപ്, PU കൃഷ്ണേന്ദു, BMC അംഗം TK വരുൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂര് നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലൻ കളക്ഷൻ കിട്ടൂട്ടാ. സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും 499 മാത്രമേ ഉള്ളൂ. കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവര് സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് 50% ഡിസ്കൗണ്ട്. ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ 10% ഓഫർ ഉണ്ട് കേട്ടോ. ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം എങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവർ അതും ചെയ്തു തരും കേട്ടോ. ആരും ഓഫേഴ്സും കളക്ഷൻസും ഒന്നും മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ.